ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ കൈകളിലും അതുപോലെ കാൽപാദങ്ങളും കൈയൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുമല്ലോ. ചിലവരെ സംബന്ധിച്ച് മുഖത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വല്ലാണ്ട് കൈയൊക്കെ ചുളിവുകൾ വീണിരിക്കണ കാണാം, കാല് ചുളിവുകൾ വീണിരിക്കണം. ഒരു 40 വയസ്സിന് ശേഷം അങ്ങനെ പലവരെയും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ കൈകളിലെ ചുളിവുകൾ മാറാൻ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന 2 ടിപ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ എളുപ്പമുള്ളത് പറയാം കേട്ടോ. അതെന്താണെന്നോ, നമ്മുടെ വീട്ടിലുള്ള മുട്ട എല്ലാ വീട്ടിലും ഉണ്ട്, നമ്മൾ അന്വേഷിച്ച് പോകണ്ട. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് 1 സ്പൂൺ പിന്നെ നിങ്ങളുടെ കൈയും കാലിലും ഒക്കെ ഇടുകയാണെങ്കിൽ ഫുൾ എഗ്ഗ് എടുത്തോളൂ കേട്ടോ. ഫുൾ എഗ്ഗിൻ്റെ എഗ് വൈറ്റ് എടുത്തോളൂ, മുട്ട വെള്ളം എടുത്തോളൂ. അല്ല കൈകളിൽ മാത്രമാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഒരു 2-3 സ്പൂൺ നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് പതപ്പിക്കണം കേട്ടോ. എടുത്ത് അതിലേക്ക് 1 സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് നിങ്ങൾക്ക് കൈകളിലെല്ലാം അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ, വെളിച്ചെണ്ണയാണോ ഒലിവ് ഓയിലാണോ എന്താണെങ്കിലും ആ ഓയിൽ ഒരിച്ചിരി അങ്ങോട്ട് പുരട്ടിയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും വാസലിനോ അതുപോലെ എന്തെങ്കിലും ഹാൻഡ് ലോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ കിടക്കാൻ നേരത്തും നിങ്ങൾ കൈകളിൽ പുരട്ടി കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ അധികം ചുളിവ് വീഴാതിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം ആണ് ഇനി അടുത്ത് പറയുന്നത് കേട്ടോ. അതിനാവശ്യം നമുക്ക് ഇഞ്ചി വേണം കേട്ടോ, ജിഞ്ചർ ജ്യൂസ് വേണം, അതുപോലെ തന്നെ അലോവേറ ജ്യൂസും വേണം. ഇതാണ് കോൺസ്റ്റാറും വേണം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇഞ്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ, ഇഞ്ചിയുടെ ഒരു ഗുണം എന്താണെന്നോ, നമ്മുടെ പിന്നെ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം കോളജൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല കേട്ടോ. ഉള്ളത് തന്നെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ ചുളിയുന്നത്, ഇലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇഞ്ചിയുടെ ഒരു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളജൻ ലോസിനെ തടയുന്നതിന് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കോളജൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിന്നെ പോവാതിരിക്കുന്നതിന് കേട്ടോ, തടയുന്നതിന് ഇഞ്ചി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഇഞ്ചി നീര് ഉപയോഗിക്കുന്നത്. പിന്നെ അലോവേറ ജെല്ല് സംബന്ധിച്ച് പിന്നെ മാത്രമല്ല കേട്ടോ, ബ്ലഡ് സർക്കുലേഷൻ കൂടുക, അതുപോലെ തന്നെ ബ്രൈറ്റ് ആവുക, അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇഞ്ചി നീരിനുണ്ട്. പിന്നെ സ്കിന്നൊക്കെ ടൈറ്റ് ആവും, അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇനി അലോവേറ പിന്നെ ജ്യൂസിനെ സംബന്ധിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആണ് കേട്ടോ, നല്ല കൂളിംഗ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതുപോലെ സൂര്യതാപം ഏറ്റൊക്കെ ഉണ്ടാവുന്ന ആ സാധാരണ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാട് വരുന്നത് മെലാനിൻ കൂടുമ്പോഴാണ് അല്ലേ. അപ്പോൾ ആ കറുത്ത സെൽസ് പോയി വെളുത്ത സെൽസ് വരുന്നതിനും, അതായത് സെൽസ് റിപ്പയർ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ പിന്നെ അലോവേറ ജ്യൂസ്. അതുകൊണ്ടാണ് നമ്മളിതിൽ അലോവേറ ജ്യൂസ് ഒഴിക്കുന്നത്. പിന്നെ അതുപോലെ സുഷിരങ്ങൾ ടൈറ്റ് ആവുന്നതിനും സ്കിന്ന് ടൈറ്റ് ആവുന്നതിനും കോളജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ലതാണ് അലോവേറ ജ്യൂസ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കോൺ സ്റ്റാർച്ചാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺ സ്റ്റാർച്ച് ഇല്ലെങ്കിൽ ഇനി കോൺ പൗഡർ കിട്ടുമല്ലോ വെളുത്തത്. ചിലർ എൻ്റെ അടുത്ത് കോണിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റേ മഞ്ഞ നിറത്തിലുള്ള പൗഡറൊക്കെ ചോദിക്കും. ഇത് വെള്ള നിറത്തിൽ നമ്മളിപ്പോൾ കറികളിലൊക്കെ കുറുകാൻ വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ്, കോൺഫ്ലോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുക്കുക, ഇതും വേണം കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു നല്ലൊരു കോട്ടണിലോട്ട് അതിട്ട് കൈവച്ച് പിഴിഞ്ഞ് ആ ജ്യൂസ് എടുക്കുക. അതുപോലെ തന്നെ ഈ അലോവേറ ജ്യൂസ് നമുക്ക് നമ്മുടെ വീട്ടിൽ അലോവേറ ഉണ്ടെങ്കിൽ ഒരു ലീഫ് എടുത്ത് നന്നായിട്ട് കഴുകുക. അതിൻ്റെ പിന്നെ മഞ്ഞ സിറം കളയണേ, അത് ചൊറിയും, ചിലവർക്ക് അലർജി ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ പേപ്പറിൽ കുത്തി വെക്കുക, അതല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി അത് വെച്ച് ആ മഞ്ഞ സിറം കംപ്ലീറ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ കളഞ്ഞ് അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോ മിക്സിയിലോ ഒക്കെ അടിച്ചെടുത്താൽ നല്ല ജ്യൂസ് കിട്ടും. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലെയിൻ അലോവേറ ജെല്ലുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പിന്നെ ഒരു 30 ml ഇഞ്ചി
നീരെടുക്കുക കേട്ടോ, ജിഞ്ചർ ജ്യൂസ്. അതുപോലെ തന്നെ 60 ml പിന്നെ അലോവേറ ജ്യൂസും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അളവ് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെയൊക്കെ വീടുകളിൽ ചുമയുടെ മരുന്ന് വാങ്ങുമല്ലോ, അപ്പോൾ അതിൽ നമുക്ക് അളവിന് ഒരു ചെറിയൊരു ഇത് കിട്ടുമല്ലോ, 10 ml 25 ml ഒക്കെ നമ്മുടെ കിട്ടാറുണ്ട്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവെടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് സൂക്ഷിച്ച് വെക്കണം, കളയാതെ. അപ്പോൾ അളന്ന് എടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ പിന്നെ കോൺഫ്ലോർ ഇട്ട് ഒരു സിമ്മിലിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കാം കേട്ടോ. ഒന്ന് സിമ്മിലിട്ട് ചൂടാക്കി ഇതിങ്ങോട്ട് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇറക്കി വെക്കാം. ഇനി റൈസ് പൗഡർ, നിങ്ങളുടെ കോൺ പൗഡർ ഇല്ലെങ്കിൽ പിന്നെ റൈസ് പൗഡർ ഇട്ടാലും മതി. ഇനി രണ്ടും ഇട്ടാലും കുഴപ്പമില്ല. 1/2 സ്പൂൺ പിന്നെ ഈ ചോളപ്പൊടിയും 1/2 സ്പൂൺ പിന്നെ നമ്മുടെ റൈസ് പൗഡറും അരിപ്പൊടിയും കൂടെ മിക്സ്, അതും അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇടുക. എന്നിട്ട് അതൊന്ന് കുറുകി ഒരു ക്രീം പരുവാകുമ്പോൾ ഇതിനെ അങ്ങോട്ട് ഇറക്കി വെക്കണം കേട്ടോ. ഇറക്കി വെച്ചിട്ട് അതിലേക്ക് തണുത്ത് കഴിയുമ്പോൾ കേട്ടോ, അതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഗ്ലിസറിൻ 1 സ്പൂൺ ഒഴിക്കാം. ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ഒഴിക്കാം. പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന്, ഇനിയിപ്പോൾ വെളിച്ചെണ്ണയേ ഉള്ളൂ എങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ക്യാരറ്റ് നിങ്ങൾ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കാം. അപ്പോൾ എന്തെങ്കിലും ഓയിൽ ഒഴിക്കുക. ഗ്ലിസറിൻ നല്ലതാണ് കേട്ടോ. ഗ്ലിസറിൻ നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു നല്ല ഗ്ലാസ് ജാറിലിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും 1 മാസം ഇതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഈ നന്നായിട്ട് കൈയൊക്കെ ചുളുങ്ങിയിട്ടുള്ളവർക്ക് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കുക. കൈകളിലാണല്ലോ, നമ്മൾ മുഖത്തൊന്നും ഇടുന്നില്ലല്ലോ, കൈകളിലും കാലുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്യുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്, അല്ലെ കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ക്രീം ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ കോൺഫ്ലോർ കേട്ടോ, അത് നമ്മൾ കുറുക്കുമ്പോഴാണ് കോൺസ്റ്റാർച്ച് ആവുന്നത്. അതോ അല്ലെങ്കിൽ റൈസ് പൗഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിൻ ടൈറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഈ സ്കിന്നിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചറൈസറായിട്ടിരിക്കും. അത് ഈർപ്പം നിലനിർത്താൻ. ഈർപ്പം നമ്മുടെ സ്കിന്നിൽ പിന്നെ ഈർപ്പം കുറയുമ്പോഴാണ്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് അധികം സ്കിന്നൊക്കെ ചുളുങ്ങുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷനിലും അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഒരു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കേട്ടോ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് എല്ലാ ദിവസവും ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇതെല്ലാം ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യണേ. പിന്നെ ഇത് ലൈക്ക് ചെയ്യണം, എന്നാലേ എൻ്റെ അടുത്ത വീഡിയോ കാണാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യണം. പിന്നെന്താ, എന്നെ വാച്ച് ചെയ്യുന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.